PSC പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് യുവമോർച്ച. അഴിമതിക്കാരെ തുറങ്കലിലടയ്ക്കുക, കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റിലേക്കും യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ അവിടെ സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് ജ്വല്ലറിയുടെ ഉദ്ഘാടനം 4 ദിവസം വൈകിയാൽ കേരളം ഇടിഞ്ഞു വീഴുമോ? ഇവിടെ കേരളത്തിലെ ജനങ്ങള് പ്രളയത്തിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനും അവിടെ സദ്യയിൽ പങ്കെടുക്കാനും ഇരിക്കുക. ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നില് പാവപ്പെട്ട യുവാക്കൾ സമരം ചെയ്യുന്ന സമയത്ത് ആ സമരത്തിന് പരിഹാരം കാണാൻ, അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാക്കുപോലും നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ PSCയുടെ സ്ഥിതി എന്താ? PSCയുടെ ഇപ്പോ ഡൽഹിയിൽ പോയി സമരം ചെയ്ത കുറെ ആശാന്മാരുണ്ട്. DYFIയുടെയും SFIയുടെയും അതുപോലെ തന്നെ KSUവിന്റെയും NSUയുടെയും എല്ലാം യൂത്ത് കോൺഗ്രസിന്റെ എല്ലാം നേതാക്കന്മാർ അവർ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടന്ന PSCയുടെ ചോദ്യപേപ്പർ ചേർത്ത PSC പരീക്ഷയിലെ അഴിമതികള് അതൊന്ന് പഠിക്കാൻ തയ്യാറാവണം. നീറ്റ് പരീക്ഷയില് ആ ചോദ്യപേപ്പർ ചേർത്തക്ക് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ 3 ദിവസത്തിനുള്ളിൽ കണ്ടെത്തി അവർക്കെതിരായിട്ട് നടപടിയെടുത്തു. 47 ഉദ്യോഗസ്ഥന്മാരെയാണ് കേന്ദ്ര ഗവൺമെന്റ് പുറത്താക്കിയത്. എന്നാൽ PSCയിലെ കാലാകാലങ്ങളായിട്ട് അഴിമതി നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥരെ പോലും പുറത്താക്കാൻ ഇതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. PSCയിലെ SFI നേതാവിന്റെ വീട്ടിൽ നിന്നാണ് ഉത്തരപേപ്പർ കണ്ടെത്തിയത്. ഹൈക്കോടതി പിന്നീട് ആ റീടെസ്റ്റ് വയ്ക്കാൻ പറഞ്ഞ സമയത്ത് 1ാം റാങ്ക് അന്ന് ലഭിച്ച SFI നേതാവിന് പിന്നീട് കിട്ടിയത് 0 മാർക്കാണ്. PSCയുടെ ഉത്തരക്കടലാസ് പോലും ബന്ധപ്പെട്ട ആളുകളെ എഴുതി കൊടുത്തുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളെ പാസാക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ PSC അനുവദിച്ചിരിക്കുന്നു. കേരളത്തിലെ നിയമന നിരോധനം, അപ്രഖ്യാപിത നിയമന നിരോധനം നിലനിൽക്കുന്നു. ഇതിനായിട്ടാണ് ഇതിനെതിരായിട്ടാണ് യുവമോർച്ചയുടെ മാർച്ച്. ഈ കഴിഞ്ഞ ദിവസം PSCയിലെ വലിയൊരു അഴിമതി എന്താ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി യുവമോർച്ചയുടെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് യുവമോർച്ച പ്രതിഷേധ മാർച്ച് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ അവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.